ഇപ്പോൾ വളരെ വേദനിപ്പിക്കുന്ന ചില ദൃശ്യങ്ങൾ കൂടി വരുന്നുണ്ട്. LNGP ആശുപത്രിക്ക് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഒറ്റവരെ നഷ്ടപ്പെട്ട സഹോദരങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുന്നത് എങ്ങനെയെന്ന് പോലും അറിയാതെ വിങ്ങിക്കരയുന്ന നിമിഷങ്ങളാണ്. നോബൽമാരിക്കാരനുണ്ട്. ഓരോ ഭീകരാക്രമണവും നമുക്ക് നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ സഹോദരങ്ങളെയാണ്. നോബൽ ആ സഹോദരങ്ങൾക്കറിയുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാരെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് താങ്ങാൻ കഴിയാതെ ഇന്നലെ ഈ സമയം ജീവനോടെ ഉണ്ടായിരുന്ന, ഇന്നലെ ഡൽഹിയിലെ സായാഹ്നത്തിൽ ആ തിരക്കുകളിലേക്ക് ഇറങ്ങിപ്പോയ മനുഷ്യരാണ്. അവർ തിരികെ എത്തിയിട്ടില്ല. ഈ പ്രിയപ്പെട്ട സഹോദരന് അയാളുടെ പ്രിയപ്പെട്ടവനെ നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖം താങ്ങാനാവുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, ഇതിൽ നഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഒരു മതത്തിലുള്ള മനുഷ്യരല്ല, പല മതവിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യർ, നമ്മുടെ സഹോദരന്മാർ ഈ അപകടത്തിൽ ജീവൻ പൊലിഞ്ഞുപോയ മനുഷ്യരാണ്. നോബൽ ഈ കാഴ്ചകൾ അത്യന്തം ഹൃദയഭേദകമാണ്. നമ്മൾ ഇന്നലെ LNGP ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ആകെ വളരെ കുറച്ചുപേരുടെ മൃതശരീരങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പലരും ഇനി DNA പരിശോധന അടക്കം നടത്തിയാലേ അറിയുകയുള്ളൂ. പേരും മേൽവിലാസവും ഇല്ലാതെ പോയ കുറച്ച് മനുഷ്യരാണ്. നോബൽ ഇവരുടെ ആരാണ് നഷ്ടപ്പെട്ടു പോയത് ഈ അപകടത്തിൽ? അരുൺ നദീജ എന്നു പേരുള്ള ഇവരുടെ ഒരു ബന്ധു, അതായത് സഹോദരി എന്നാണ് അത് പറഞ്ഞത്. അവരാണ് ഇപ്പോൾ ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത് എന്ന വിവരമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഇവർ വലിയ സങ്കടത്തിലാണ്. നമ്മളോട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ ഇവർക്ക് സംസാരിക്കാൻ സാഹചര്യമായിരുന്നു ഉണ്ടായത്. വലിയ സങ്കടമാണ്. അവരുടെ ഇലക്ട്രോണിക് മാർക്കറ്റിൽ കുറിച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഇന്നലെ പോയതാണ് എന്നാണ് പറയുന്നത്. വാഹനത്തിലായിരുന്നു, അതല്ല ഈ പറഞ്ഞ ഈ കാർ പൊട്ടിത്തെറിച്ചപ്പോൾ ആ പരിസരത്ത് എവിടെയെങ്കിലും ആയിരുന്നു എന്നതിനെക്കുറിച്ച് ഇവർ കൃത്യമായ ഒരു വ്യക്തതയില്ല. അവിടെ മാർക്കറ്റിൽ, ചാന്ദിനി ചൗക്ക് മാർക്കറ്റിൽ കുറച്ച് സാധനങ്ങൾ മേടിക്കുന്നതിന് വേണ്ടി പോയതാണ്. പക്ഷേ ആ പോയതിന് പിന്നാലെ ഉണ്ടായ സ്ഫോടനത്തിലാണ് ഇവരുടെ ബന്ധുവിനെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്താണെങ്കിലും നദീജ എന്നാണ് അവരുടെ പേര് എന്നാണ് ഇപ്പോൾ അവർ വ്യക്തമാക്കുന്നത്. വലിയ സങ്കടത്തിലാണ് അവർ ഉള്ളത്. ഇവർ 3 പേരും ബന്ധുക്കൾ കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നദീജയുടെ അത്തരത്തിൽ ഏറ്റവും അടുത്ത ആളുകളാണ്. വലിയ സങ്കടത്തിലാണ് ഉള്ളത്. എന്താണെങ്കിലും ഈ ദൃശ്യങ്ങൾ നമ്മളെ ഏറെ വേദനിപ്പിക്കുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. LNGP ആശുപത്രിയിലേക്ക് പല ആളുകളും ഇപ്പോഴും ഇങ്ങോട്ടും എത്തുന്നതേ ഉള്ളൂ. കാരണം ഈ സ്ഫോടനം ഉണ്ടായി ആളുകളെ ഇനിയും തിരിച്ചറിയാനുണ്ട്. പലരെയും തിരിച്ചറിയുന്ന സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ബന്ധുക്കളടക്കമുള്ള ആളുകൾക്ക് ഇങ്ങോട്ട് എത്തുന്നത് മാത്രമേ നമുക്ക് ഇപ്പോൾ പ്രതികരണം ചോദിക്കാൻ പറ്റൊരു സാഹചര്യത്തിലല്ല എന്താണെങ്കിലും അവർ ഉള്ളത്. പക്ഷേ ഇത്തരത്തിൽ കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് എത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം പലരെയും ഇപ്പോഴും കാണാനില്ലെന്ന് പറഞ്ഞ് പലയിടത്തും തിരക്കി നടക്കുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു, അതോടൊപ്പം ആശുപത്രിയിൽ എത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ട് എന്നാണ് ചില ആളുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചില ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്താണെങ്കിലും അതുകൊണ്ട് കൂടുതൽ ആളുകൾ, പ്രത്യേകിച്ച് 9 പേരുടെ മരണ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ബന്ധുക്കളടക്കം ഇങ്ങോട്ട് എത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്താണെങ്കിലും വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്കിന്നിപ്പോൾ LNGP ആശുപത്രിക്ക് മുന്നിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഏറെ സങ്കടത്തോടെ നദീജ എന്ന് പറയുന്ന ഇവരുടെ ഏറ്റവും അടുത്ത സഹോദരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തുകയും അത്തരത്തിൽ മരണം സ്ഥിരീകരിച്ച് ഡോക്ടർമാർ അറിയിക്കുകയും ചെയ്തതിന് പിന്നാലെ ഉള്ള അവരുടെ സങ്കടമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഈ സ്ഫോടനം വലിയ നഷ്ടങ്ങൾ ആൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. കാരണം വലിയ സ്ഫോടനത്തിൽ ഇത്തരത്തിൽ കൂടുതൽ ആളുകൾക്ക്, പ്രത്യേകിച്ച് 9 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഒരു സങ്കട കാഴ്ച കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കുടുംബത്തിലെ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഈ കാഴ്ച വളരെ ഞെട്ടിക്കുന്നു. ഒപ്പം എവിടെയോ ആയിരുന്നു രാവിലെ ഇപ്പോൾ ഈ സംഭവം ഉണ്ടായി എന്നറിഞ്ഞുകൊണ്ട് ഇവരുടെ ബന്ധു നദീജ എന്ന് പറയുന്ന സ്ത്രീയെ കാണാതാവുന്നതിന് പിന്നാലെ ഇങ്ങോട്ട് എത്തിയതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ അവർ മരണപ്പെട്ടു എന്ന വിവരം ഇവർക്ക് എന്താണെങ്കിലും ലഭിച്ചിരിക്കുന്നത്. ചാന്ദിനി ചോക്ക് മാർക്കറ്റിൽ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോയതാണ് ഇവർ എന്നതാണ് ഈ നദീജ എന്താണ് ഇപ്പോൾ ഇവർ വ്യക്തമാക്കുന്നത്. അതിന് പിന്നാലെയാണ് ഈ സ്ഫോടനം ഉണ്ടാകുന്നതും. ഈ സ്ഫോടനം നടക്കുമ്പോൾ അവർ വാഹനത്തിലായിരുന്നു, അതല്ല മറ്റേ അവിടെ കടയിലായിരുന്നു എന്ന കാര്യത്തിലൊന്നും ഇവർക്കൊരു വ്യക്തതയില്ല. കാരണം ഈ സ്ഫോടനം പിന്നാലെ നദീജ എന്താണെങ്കിലും നോബൽ LNGP ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന നിരവധി ബന്ധുക്കൾ, ഇന്നലെ മുതൽ കാണാതായ ആളുകളെക്കുറിച്ച് ഒരുപാട് മനുഷ്യർക്ക് ആശങ്കയുണ്ട്. 9 മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. 2 പേരെ മാത്രമാണ് ബോഡി തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇതിൽ ഒരാളായിരിക്കാം ഈ നദീജയുടെ സഹോദരങ്ങളാണ് ഇപ്പോൾ അലമുറയിട്ട് കരയുന്നത്. അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല. ഇന്നലെ തങ്ങളുടെ പ്രിയപ്പെട്ട ഉറ്റവർ, ഈ ചെങ്കോട്ടയ്ക്കടുത്തേക്ക് സാധനം വാങ്ങാൻ പോയവർ, ഒന്ന് ചുറ്റിക്കറങ്ങാൻ പോയവർ, സായാഹ്ന സവാരിക്കിറങ്ങിയ മനുഷ്യർ, ഉപജീവനത്തിന് വേണ്ടി ഇലക്ട്രിക് റിക്ഷയും തള്ളിപ്പോയ സാധാരണക്കാരായ മനുഷ്യർ,
ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ഏതെങ്കിലും ഒരു ജാതിയുടെയോ ഏതെങ്കിലും ഒരു ഐഡൻറ്റിറ്റി അവരുടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഇരയായപ്പെട്ടവരും വേട്ടക്കാരനും പ്രത്യേക മതങ്ങളുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. അതിലെല്ലാവരും ഉണ്ട്. നഷ്ടപ്പെട്ടു പോയത് നമ്മളുടെ സഹോദരരാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിക്കണം. അതിൽ നദീജയുടെ സഹോദരങ്ങളാണ് ഇപ്പോൾ വളരെ വേദനിക്കുന്ന ഹൃദയവുമായി ഈ LNGP ആശുപത്രിയുടെ മുന്നിൽ നിന്ന് കരയുന്നത് നമ്മളിപ്പോൾ കണ്ടത്. അങ്ങനെ ഒരുപാട് മനുഷ്യരുടെ കാഴ്ചകൾ നമ്മൾ കണ്ടു. അവിടെ ചിതറിത്തെറിച്ച ശരീരഭാഗങ്ങൾ ആരുടേതാണെന്ന് അറിയില്ല. ഇനി DNA പരിശോധന വേണ്ടിവരും.